ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ ഒരു 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 പ്രത്യേക ഏജിൽ മാത്രം ഉണ്ടാകുന്ന രോഗമെന്ന് പറയാൻ പറ്റില്ല. ഈ കാലഘട്ടത്തിലും ജുവനൈൽ ഗ്ലോക്കോമയും, കൺജനൈറ്റൽ ഗ്ലോക്കോമയും എല്ലാം ഉണ്ട്. പക്ഷേ ആ രോഗത്തിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ അത് ബ്ലൈൻഡ്നെസ്സിലേക്ക് ലീഡ് ചെയ്യാവുന്ന ഒരു രോഗമാണ്. ഇറ്റ് മേ ലീഡ് ടു ബ്ലൈൻഡ്നെസ് ഇഫ് നോട്ട് ട്രീറ്റഡ് ഓർ ഹാൻഡിൽഡ് ഇൻ ടൈം കറക്റ്റ്ലി. അപ്പോൾ അതാണ് അതിൻ്റെ റിസ്ക്. അപ്പോൾ അവിടെ ഏജിനൊരു പ്രാധാന്യമുണ്ട്. ഏജ് ആകുന്തോറും റിസ്ക് കൂടി കൂടി വരും. അതായത് ഒരു 60+ എന്ന് പറഞ്ഞ പേഷ്യൻറ്റിൽ ഗ്ലോക്കോമ വരുന്ന സമയത്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സിൽ ചിലപ്പോൾ ചില റെസ്ട്രിക്ഷൻസ് വരും. അതാണ് റിസ്കിനുള്ള ഒരു കാരണം. രണ്ടാമത് മറ്റെന്തെങ്കിലും രോഗങ്ങളും കൂടെ ഉണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഡയബറ്റീസ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഇത്തരം രോഗങ്ങളുണ്ടെങ്കിൽ അവരിൽ ഗ്ലോക്കോമ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.